ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AGS ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അവന്തികയുടെ അസുഖമൊക്കെ മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അർച്ചന വന്ന് സഹായിച്ചതും ചിപ്പിമോളുടെ പരിചരണവും കൂടി ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ അവന്തികയ്ക്ക് അസുഖമെല്ലാം ഭേദപ്പെട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ അവന്തിക ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അവന്തികയെ കുളിപ്പിച്ചതും തലതോർത്തി കൊടുത്തതും എല്ലാം ചിപ്പിമോളായിരുന്നു. ശേഷം ഗോകുലിനെയാണ് കാണിക്കുന്നത്. ഗോകുൽ ഇപ്പോൾ അവന്തികയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്, ഗൗരിമോളെയും കൂട്ടി. ഗോകുൽ അവന്തികയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സമൃദ്ധ എവിടെ എന്ന് അവന്തിക ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോകുൽ പറയുന്നുണ്ട് അവൾക്ക് കുറച്ച് തിരക്കാണ്, വരാൻ കഴിഞ്ഞില്ലെന്ന് പറയുന്നു. അവന്തിക ഇപ്പോൾ പറയുന്നുണ്ട് എനിക്ക് സമൃദ്ധയെ നേരിട്ട് കണ്ട് നന്ദി പറയണമെന്നുണ്ടായിരുന്നു, അതിനിനി സമയമുണ്ടല്ലോ എന്ന് ഗോകുൽ പറയുന്നുണ്ട്. എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ, പോയിട്ട് അത്യാവശ്യമുണ്ട് എന്ന് ഗോകുൽ പറയുന്നുണ്ട്. ഉടനെ അവന്തിക പറയുന്നുണ്ട് അമ്മയോട് എൻ്റെ ഒരു താങ്ക്സ് പറഞ്ഞേക്കണേ മോളെ എന്ന് ഗൗരി മോളോടായി അവന്തിക പറയുകയാണ്. അങ്ങനെ ഇപ്പോൾ ഗോകുലും ഗൗരി മോളും കൂടെ യാത്രയൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. ശേഷം ഇപ്പോൾ അവന്തിക കണ്ണാടിയിലേക്ക് നോക്കുന്നുണ്ട്. ഈ സമയം ചിപ്പിമോൾ ഇപ്പോൾ അവിടേക്ക് വന്നിട്ട് അവന്തികയോട് പറയുന്നുണ്ട് ആഹാ, ഇപ്പോൾ എൻ്റെ അമ്മ സുന്ദരിയായല്ലോ. ഉടനെ അവന്തിക പറയുന്നുണ്ട് എൻ്റെ മോളാണ് ഇപ്പോൾ അമ്മയുടെ സൗന്ദര്യം. ഇപ്പോൾ സത്യത്തിൽ എനിക്ക് അഭിമാനം തോന്നുകയാണ് എൻ്റെ മോളെക്കുറിച്ച്. എന്തൊക്കെ കാര്യങ്ങളാണ് അമ്മയ്ക്ക് വേണ്ടി മോൾ ചെയ്തു തന്നത് എന്നൊക്കെ അവന്തിക ഇങ്ങനെ പറയുന്നത് കേട്ട് ചിപ്പി പറയുന്നുണ്ട് ഞാൻ അമ്മയുടെ മോളല്ലേ, അമ്മമാർക്ക് വയ്യാതെ വന്നാൽ മക്കളല്ലേ നോക്കേണ്ടത്. ചിപ്പി ഇങ്ങനെ പറയുന്നത് കേട്ട് ഇപ്പോൾ അവന്തികയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. എന്നിട്ട് ചിപ്പിയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നു. അയ്യേ, അമ്മ കരയുന്നോ? ഇത്രയ്ക്കും സ്ട്രോങ് ആയ അമ്മയ്ക്ക് അമ്മ കരയാമോ എന്നൊക്കെ ചിപ്പി ചോദിക്കുന്നുണ്ട്. എല്ലാവരുടെയും മുമ്പിൽ അമ്മ സ്ട്രോങ് ആണ്, പക്ഷേ മോളുടെ മുന്നിൽ മാത്രം അമ്മ കരഞ്ഞു പോകും എന്ന് അവന്തിക പറയുന്നു. ഇനിയിപ്പോൾ അമ്മയ്ക്കെൻ്റെ സ്കൂളിലെ ഫംഗ്ഷന് വന്നുകൂടെ, എല്ലാ പ്രാവശ്യവും പറഞ്ഞു പറ്റിക്കുന്നത് പോലെ ഇത്തവണ പറഞ്ഞു പറ്റിക്കരുത് എന്ന് ചിപ്പി അവന്തികയോട് പറയുമ്പോൾ അവന്തിക ഉടനെ പറയുന്നുണ്ട് ഇനി ഒരിക്കലും അമ്മ മോളെ പറഞ്ഞു പറ്റിക്കില്ല. ഈ ലോകത്ത് ഇനി മുതൽ ഈ അമ്മ മോളുടെ മുന്നിൽ മാത്രമേ തോക്കൂ, മറ്റാർക്കും അമ്മയെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവന്തിക ഇപ്പോൾ ചിപ്പിയെ ചേർത്ത് പിടിച്ച് ചുംബനം നൽകുന്നുണ്ട്. ശേഷം ഇപ്പോൾ പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത്. രാജീവിന് ആ തല്ല് കിട്ടിയ ആ ഒരു സംഭവത്തെ ആസ്പദമാക്കി CCTVകളൊക്കെ പരിശോധിക്കുകയാണ്. രാജീവിൻ്റെ കൈക്കൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. അങ്ങനെ CCTV നോക്കുന്ന സമയത്ത് ഒരാൾ ബൈക്കിൽ പോകുന്ന ആ ഒരു ദൃശ്യം കാണുന്നുണ്ട്. അയാൾ മുഖംമൂടി ധരിച്ചിട്ടുണ്ട്. ഇവൻ തന്നെ ആയിരിക്കും സാറിനെ പഞ്ഞിക്കിട്ടത് എന്നിപ്പോൾ കോൺസ്റ്റബിൾ രാജീവിനോട് പറയുന്നുണ്ട്. ചിലപ്പോൾ സാറ് പണി കൊടുത്ത ഏതെങ്കിലും പ്രതികളായിരിക്കും എന്നും കോൺസ്റ്റബിൾ ഇപ്പോൾ പറയുന്നു. ഒരു സർക്കിൾ ഇൻസ്പെക്ടറെ കൈവെക്കാൻ മാത്രം അവർക്ക് ധൈര്യമുണ്ടോ എന്നിങ്ങനെ രാജീവ് ചോദിക്കുന്നുണ്ട്. സാറിന് ആരെങ്കിലും സംശയമുണ്ടോ എന്നൊരു കോൺസ്റ്റബിൾ ചോദിക്കുന്ന സമയം രാജീവ് ഇപ്പോൾ സച്ചിയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. എനിക്ക് അവനെ തന്നെയാണ് സംശയം, പക്ഷേ അവനാണത് ചെയ്തതെന്ന് എനിക്ക് ഉറപ്പ് വരുത്തണമെന്ന് രാജീവ് ഇപ്പോൾ പറയുന്നു. അങ്ങനെ ഇപ്പോൾ രാജീവ് സച്ചിയെ തിരക്കി അവരുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ധനുഷ് ഇപ്പോൾ വാതിലിൽ നിൽക്കുന്നുണ്ട്, പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ രാജീവ് അവിടേക്ക് വരുന്നു. രാജീവ് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ ഇരിക്കുന്ന ആ ബൈക്കാണ് നോക്കുന്നത്. കമലയും ഇപ്പോൾ അവിടേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ മരുമകൻ സച്ചി ഇല്ലേ ഇവിടെ എന്ന് അവനെ വിളിക്ക് എന്നൊക്കെ രാജീവ് ഇങ്ങനെ കമലയോട് പറയുന്നുണ്ട്. ഇത് കേട്ട് ധനുഷ് പറയുന്നുണ്ട് അതിന് സച്ചിയേട്ടൻ ഇവിടെയല്ല താമസമെന്ന്. ഉടനെ രാജീവ് ചോദിക്കുന്നുണ്ട് നീ ആരാണെന്ന്. ഞാൻ സച്ചിയേട്ടൻ്റെ അളിയനാണ് എന്ന് ധനുഷ് അപ്പോൾ പറയുന്നു. പിന്നെ അവൻ എവിടെയാണ് താമസം എന്ന് രാജീവ് ചോദിക്കുന്നുണ്ട്. സച്ചി വേറെ വീട്ടിലാണ് താമസിക്കുന്നതെന്ന് കമല പറയുന്നു. ഈ സമയം അനൂപും അവിടേക്ക് വരുന്നു. ഇതിൽ അങ്ങോട്ട് മാറി നിന്ന് തന്നെയാണ് അനൂപ് ശ്രദ്ധിക്കുന്നത്. ഇതാരുടെ ഈ ബൈക്ക് എന്ന് രാജീവ് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. ആ സമയം അനൂപ് ഇപ്പോൾ രാജീവിനെ പോയി തല്ലിയ ആ സന്ദർഭങ്ങളൊക്കെ ആലോചിക്കുകയാണ്. ചോദിച്ചത് കേട്ടില്ലേ, ആരുടെയാടാ ഈ ബൈക്ക് എന്നും വീണ്ടും രാജീവ് ചോദിക്കുമ്പോൾ എൻ്റെയാണ് സാറേ എന്ന് പറഞ്ഞ് അനൂപ് ഇപ്പോൾ അവിടേക്ക് വരുന്നു. എൻ്റെ കൈ വയ്യാത്തത് കൊണ്ട് ഞാനിപ്പോൾ ബൈക്കൊന്നും എടുക്കാറില്ലെന്നും ഇപ്പോൾ അനൂപ് പറയുന്നുണ്ട്. കള്ളം പറയരുത്, ഇത് നിൻ്റെ അളിയൻ്റെതല്ലേ എന്ന് രാജീവ് ചോദിക്കുമ്പോൾ അനൂപ് പറയുന്നുണ്ട് അല്ല സാറേ, ഇത് എൻ്റേതാണെന്ന് അനൂപ് പറയുന്നു. സാറെന്താ ബൈക്ക് നോക്കി ഇറങ്ങിയതാണോ എന്ന് ധനുഷ് ചോദിക്കുമ്പോൾ ഇത് കേട്ട് ദേഷ്യത്തോടെ രാജീവ് പറയുന്നുണ്ട് അതേടാ, ഇതുപോലൊരു ബൈക്ക് നോക്കി ഇറങ്ങിയതാ എന്നിങ്ങനെ രാജീവ് പറയുമ്പോൾ അല്ല സാറേ, സാറിൻ്റെ കൈക്ക് ഇതെന്ത് പറ്റി എന്ന് അനൂപ് ചോദിക്കുമ്പോൾ രാജീവ് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി ഒരുത്തന്നെ എനിക്കിട്ട് പണിഞ്ഞതാ എന്ന് പറയുമ്പോൾ അപ്പോൾ സാറിന് നന്നായി കിട്ടിയിട്ടുണ്ട് എന്നിങ്ങനെ കമല പതിയെ പറയുന്നുണ്ട്. ഇത് രാജീവ് കേൾക്കുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ പറയുന്നുണ്ട് സാമാന്യം തരക്കേടില്ലാതെ കിട്ടിയെന്ന്. ഇതുപോലൊരു ബൈക്കിലാവും വന്നത്, അത് നിങ്ങളുടെ മരുമകനാണോ എന്നൊരു സംശയം എന്നിങ്ങനെ രാജീവ് പറയുമ്പോൾ ഉടനെ ധനുഷ് പറയുന്നുണ്ട് സച്ചിയേട്ടൻ അതിന് ബൈക്ക് ഓടിക്കാറില്ല എന്ന്. ഉടനെ ദേഷ്യപ്പെട്ട് രാജീവ് ഇപ്പോൾ ധനുഷിനോട് ചോദിക്കുന്നുണ്ട് പിന്നെ ആരാടാ, നീയാണോ ഓടിച്ചത്? സത്യം പറയടാ, നീയാണോ അവനെ അവിടേക്ക് കൊണ്ടുവന്നത് എന്നൊക്കെ രാജീവ് ചോദിക്കുന്നുണ്ട്. സാർ എന്താ ഈ പറയുന്നത്?
അവനെ ഒന്നും ചെയ്യരുത്, അവനാണെങ്കിൽ 2 ദിവസം ഇവിടെ ഇല്ലായിരുന്നു എന്നൊക്കെ കമല പറയുന്നുണ്ട്. സാർ അതിന് അവനെ തന്നെയാണോ കണ്ടത്? സാറിന് ഉറപ്പുണ്ടോ അത് സച്ചി തന്നെയാണെന്ന് എന്ന് അനൂപ് ചോദിക്കുന്നുണ്ട്. ഉടനെ രാജീവ് പറയുന്നുണ്ട്, ഏകദേശം അവൻ്റെ അത്രയും ഹൈറ്റും വെയിറ്റും ഉള്ള ഒരുത്തനാണ്, എനിക്ക് അവനെ തന്നെയാണ് സംശയം എന്നിങ്ങനെ രാജീവ് പറയുന്നത് കേട്ട് അനൂപ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ സാറിന് വേറെ ആരെയും സംശയമില്ലേ എന്ന്. ഇല്ല, എനിക്ക് അവനെ തന്നെയാണ് സംശയം എന്ന് രാജീവ് ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഈ സമയം ഇപ്പോൾ കാറുമായിട്ട് സച്ചി അവിടേക്ക് വരുന്നുണ്ട്. സാറെന്താ രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് പഴങ്കഞ്ഞി കുടിക്കാൻ വന്നതാണോ എന്ന് സച്ചി ഇപ്പോൾ രാജീവിനോട് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് വളരെയധികം ദേഷ്യത്തോടെ രാജീവ് പറയുന്നുണ്ട്, കുറച്ച് പഴങ്കഞ്ഞി നിനക്ക് അങ്ങോട്ട് തരാൻ വന്നതാ എന്ന് പറയുമ്പോൾ സച്ചി രാജീവിനോട് ചോദിക്കുന്നുണ്ട്, അല്ല സാറേ, സാറിൻ്റെ കൈക്ക് ഇതെന്ത് പറ്റി? കണ്ടിട്ട് സാറിനെ ഒരു പഞ്ഞിക്കെട്ട് ലക്ഷണം ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ സച്ചി ചോദിക്കുമ്പോൾ, അത് സച്ചിയേട്ടനാണോ എന്നറിയാനാ സാർ ഇവിടെ വന്നത് എന്ന് ധനുഷ് പറയുന്നുണ്ട് സച്ചിയോട്. ആണോടാ, നീ എന്നോട് പകരം വീട്ടാൻ വന്നതാ, തീർത്തതാണോ എന്ന് രാജീവ് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്നെപ്പോലെയുള്ള നിരപരാധികളെ ലോക്കപ്പിലിട്ട് പഞ്ഞിക്കിടുമ്പോൾ ഇതുപോലെ സാറിനും തിരിച്ചു കിട്ടണമെന്ന് ഓർക്കണം, പക്ഷേ ഇത് ചെയ്തത് ഞാനല്ല എന്നൊക്കെ സച്ചി പറയുന്നത് കേട്ടിപ്പോൾ വളരെ ദേഷ്യത്തോടെ രാജീവ് ഇപ്പോൾ സച്ചിയുടെ ഷർട്ടിൻ്റെ കോളറിന് കുത്തിപ്പിടിച്ചുകൊണ്ട് കള്ളം പറയുന്ന റാസ്കൽ എന്ന് ചോദിക്കുന്നു. ഈ സമയം ഇപ്പോൾ സ്കൂളിലേക്ക് പോകാനായി അമ്മുവും ഇന്ദും ഒരുങ്ങി വരുന്നുണ്ട്. കൂടെ സ്നേഹിയും അനഘയുമുണ്ട്. ഇത് കണ്ട് കുട്ടികളാകെ പേടിച്ച് നിൽക്കുന്നുണ്ട്. വെറുതെ വല്ലവൻ്റെയും കൊട്ടേഷൻ എൻ്റെ തലയിലിടാൻ നോക്കണ്ട, ഞാൻ തരുമെങ്കിൽ അത് നേർക്ക് നേർ, അല്ലാതെ പുറകിൽ നിന്ന് ഞാൻ ആരെയും ആക്രമിക്കാറില്ല. അല്ലെങ്കിൽ തന്നെ ഞാനാ ഇത് ചെയ്തതെന്ന് സാറിന് വല്ല തെളിവുണ്ടോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ രാജീവ് പറയുന്നുണ്ട്, നിന്നെപ്പോലെ ഒരുത്തൻ തന്നെ ആടാ എനിക്കിട്ട് പണിഞ്ഞത് എന്നിങ്ങനെ രാജീവ് പറയുന്നു. സാറേ, കോട്ടേഴ്സിൽ CCTV ഇല്ലായിരുന്നോ എന്ന് അനൂപ് ചോദിക്കുന്നുണ്ട്. ഉടനെ രാജീവ് പറയുന്നുണ്ട്, എടാ, പോലീസിനൊരു പ്രതിയെ പിടിക്കാൻ ഒരു CCTVയും വേണ്ട, മണത്തറിയും എന്ന് രാജീവ് പറയുമ്പോൾ അനൂപ് ചോദിക്കുന്നുണ്ട്, ഇത്രയും നേരം മണത്തറിഞ്ഞിട്ടും സാറിന് ശരിക്കും ആളെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ലല്ലോ എന്നിങ്ങനെ അനൂപ് പറയുന്നത് കേട്ട് ഒന്ന് ചിരിക്കുന്നുണ്ട് സച്ചി. ഉടനെ സച്ചി പറയുന്നുണ്ട്, സാർ എന്നെപ്പോലെ കുറേ പാവങ്ങളെ ലോക്കപ്പിലിട്ട് തല്ലിയിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതിലാരെങ്കിലും ആയിരിക്കും എന്ന് സച്ചി പറയുന്നു. ഇതൊക്കെ കേട്ട് അനൂപ് ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, മിക്കവാറും ഇവനിത് പറഞ്ഞ് കുളമാക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. ഈ സമയം കുട്ടികളിപ്പോൾ സച്ചി അച്ഛാന്നൊക്കെ വിളിച്ച് കുട്ടികൾ 2 പേരും ഇപ്പോൾ സച്ചിയെ വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നെ പഞ്ഞിക്കിട്ടവനെ ഞാൻ പൂട്ടും എന്നിങ്ങനെ രാജീവ് പറയുമ്പോൾ, സാറ് പൂട്ടുകയോ പൂട്ടാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ തെളിവില്ലാതെ ആ കേസും കൂടി എൻ്റെ തലയിലാക്കാൻ നോക്കണ്ട, സാറിനെ വെറുതെ സംശയിക്കുകയാണ് എന്ന് സച്ചി പറയുന്നു. സാറ് പോയി യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിക്കുക എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്നത് കേട്ട് അനൂപ് വീണ്ടും പറയുന്നുണ്ട്, ഓ, ഇവനിത് പറഞ്ഞ് മിക്കവാറും ഇതെല്ലാം കുളവാക്കും, ഇയാൾക്ക് ഇതുവരെ ഞാനാണിത് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ് അനൂപ്. സാറേ, സച്ചി പറഞ്ഞത് ശരിയാ, അവനല്ല സാറിൻ്റെ പണി തന്നത് എന്നിങ്ങനെ അനൂപ് പറയുന്നുണ്ട്. ഇത് കേട്ടോണ്ട് രാജീവ് ചോദിക്കുന്നുണ്ട്, പിന്നെ ആരാടാ, നീയാണോ എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് രാജീവ് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് സച്ചിയെ നോക്കി പറയുന്നുണ്ട്, ഇതിവൻ തന്നെയാണ് എന്ന് വീണ്ടും ഉറപ്പിച്ച് പറയുകയാണ് രാജീവ്. ഇരുട്ടിൽ മുഖം കാണാൻ സാധിച്ചില്ലെങ്കിലും അതെനിക്ക് ഉറപ്പാണ്, തെളിവുകളുമായി ഞാൻ വീണ്ടും ഇവിടേക്ക് വരും, നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് രാജീവ് പറയുന്നത് കേട്ട് സച്ചി പറയുന്നുണ്ട്, സാറ് തെളിവുമായി വാ, ഞാൻ ജയിലിൽ കിടന്നോളാം എന്നിങ്ങനെ പറയുന്നുണ്ട് സച്ചി. ഇത് ചെയ്തവനെ ഞാൻ പൂട്ടിയിരിക്കും എന്ന് പറഞ്ഞ് രാജീവ് ഇപ്പോൾ അവിടെ നിന്ന് പോവുകയാണ്. ഈശ്വര, ഇപ്പോഴെൻ്റെ ശ്വാസം ഒന്ന് നേരെ വീണത്ത്, അയാളുടെ കൈ തല്ലി പിടിച്ചത് നീയാണോടാ എന്ന് സച്ചിയോട് കമല ചോദിക്കുന്നുണ്ട്. ഞാനല്ല എന്ന് സച്ചി പറയുന്നുണ്ട്. ആ കേസ് അമ്മ സച്ചിയായി സംസാരിക്കേണ്ട, പ്രതി ഇവിടെ തന്നെ ഹാജരുണ്ട് എന്നിങ്ങനെ ധനുഷ് പറയുന്നുണ്ട്. അനൂപിനെ നോക്കുകയാണിപ്പോൾ ധനുഷ്. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ തന്നെ ചോദിക്കുന്നുണ്ട്, ഇവനോ എന്നിങ്ങനെ വളരെയധികം സന്തോഷത്തോടെ കമലയും ചോദിക്കുന്നു. എന്തായാലും അയാൾക്ക് ഏട്ടനെ തിരിച്ചറിയാൻ കഴിയാതിരുന്നത് ഭാഗ്യമായി എന്ന് അനഘ പറയുന്നുണ്ട്. ഉടനെ ഇത് കേട്ട് അനൂപ് പറയുന്നുണ്ട്, അയാൾ ഒരു പരമനാറിയാണ്, സച്ചിയെ ലോക്കപ്പിലിട്ട് തല്ലിയപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് അയാൾക്കിട്ടൊരു പണി കൊടുക്കണമെന്ന്, അയാൾ അവന്തികയുടെ വലങ്കൈയാണ്, അവന്തികയ്ക്ക് വേണ്ടിയിട്ടാണ് അയാൾ ഇതെല്ലാം ചെയ്തത് എന്നൊക്കെ അനൂപും ധനുഷും ഒക്കെ പറയുന്നുണ്ട്. ഓ, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല, നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിച്ചോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കമല. ഇതെല്ലാം കേട്ടിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അനൂപ്. എന്തായാലും അനൂപേട്ടനൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ, അയാൾ ഇനിയും വരുമെന്നല്ലേ പറഞ്ഞത് എന്നൊക്കെ സച്ചി ഇപ്പോൾ അനൂപിനോട് പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ കുട്ടികളുമായി സ്കൂളിലേക്ക് പോവുകയാണ് സച്ചി. ശേഷം ഇപ്പോൾ കാണിക്കുന്നത് ഗോകുലിന് ഭക്ഷണം കൊടുക്കുകയാണ് അർച്ചന. അങ്ങനെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ശിശിരയും ശോഭനയും ഗൗരിമോളും കഴിക്കുന്നുണ്ട്. അർച്ചന എല്ലാവർക്കും ഇങ്ങനെ വിളമ്പി കൊടുക്കുകയാണ്. ഗോകുലിനെ വളരെയധികം നിർബന്ധിച്ച് തന്നെ വീണ്ടും വീണ്ടും കഴിപ്പിക്കുകയാണ് അർച്ചന. ഇത് കണ്ട് ഗൗരിമോൾ ചോദിക്കുന്നുണ്ട്, അച്ഛനെ അമ്മ നിർബന്ധിച്ച ഭക്ഷണമൊക്കെ കഴിപ്പിക്കുന്നുണ്ട്, എന്നോട് ഒരെണ്ണം പോലും വേണോ എന്ന് ചോദിക്കുന്നില്ല എന്നിങ്ങനെ ഗൗരി പരാതി പറയുകയാണ്. അമ്പടി, അവളുടെ കുശുപ്പ് കണ്ടില്ലേ എന്നിങ്ങനെ ശിശിരയും പറയുന്നു. ഇന്ന് സ്കൂളിൽ എന്താ ഫംഗ്ഷൻ എന്ന് ശിശിര ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗൗരി പറയുന്നുണ്ട്, ഇന്ന് ഫാദേഴ്സ് ഡേയാ, എല്ലാവരും
എല്ലാവരുടെയും അച്ഛന്മാർ ഇന്ന് സ്കൂളിലേക്ക് വരും എന്ന് ഗൗരി പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അർച്ചന സ്കൂളിൽ എന്തൊക്കെയാണ് പരിപാടികളുള്ളതെന്നൊക്കെ ഗൗരിയോട് ചോദിക്കുന്നു. താനും കൂടി വാ, നമുക്ക് ഈ ഫാദേഴ്സ് ഡേ അടിച്ചു പൊളിക്കാം എന്ന് ഗോകുൽ അർച്ചനയോട് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അയ്യോ ഞാനില്ല, എനിക്കിവിടെ കുറച്ച് ജോലിയൊക്കെ ബാക്കിയുണ്ട്. ഇത് കേട്ട് ഗൗരി പറയുന്നുണ്ട്, അമ്മ കൂടി വരണം, ഇല്ലെങ്കിൽ അച്ഛൻ ഒറ്റയ്ക്കായി പോകില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. മോൾ ഇത്ര റിക്വസ്റ്റ് ചെയ്യുന്നല്ലേ, താനും കൂടി വാ എന്നിങ്ങനെ ഗോകുൽ പറയുമ്പോൾ അർച്ചന ഇപ്പോൾ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, മോൾക്കാണോ അച്ഛനാണോ ഞാൻ വരാൻ നിർബന്ധം എന്നിങ്ങനെ വളരെ സന്തോഷത്തോടെ അർച്ചന ചോദിക്കുന്നത് കേട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് ഗോകുൽ. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.